നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ശക്തമായ സ്വാഗതം. ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റൊന്നുമല്ല, ഇന്ത്യ സെമി ഫൈനലിൽ കയറുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ. അതായത് സൂപ്പർ 8-ൽ ഇന്നലെ നടന്ന കളിയിൽ ദക്ഷിണാഫ്രിക്കയോട് സൗത്ത് ആഫ്രിക്കയോട് 8 നിലയിൽ പൊട്ടി. ഏതാണ്ട് 76 അല്ലേ, 76 റൺസിന്റെ തോൽവിയാണ് ഏറ്റെടുത്തത് എന്നുള്ളതാണ്. അപ്പോ ഇന്ത്യ ഒരു കളി തോറ്റപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ സന്തോഷം കാണണം. എന്റെ കമന്റ് ബോക്സിൽ ഉൾപ്പെടെ വന്നുള്ള ഒരു സന്തോഷം കാണണം. അപ്പൊ തന്നെ എല്ലാവരെയും കുറ്റം പറയാൻ തുടങ്ങി. ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ ഇതുവരെ വാനോളം പുകഴ്ത്തിയ എല്ലാ മാന്യ വ്യക്തികളും മിക്കവാറും എല്ലാവരും വന്നവനെ തെറി വിളിക്കുക. മനസ്സിലായി, തെറി വിളിക്കുകയാണ്. സത്യം തന്നെയാണ്. ഇന്നലത്തെ മാച്ച് അഭിഷേക് ശർമ്മ കളിച്ചത് ഒരു കടമായിട്ടാണ് കളിച്ചത്. സത്യം പറഞ്ഞാൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ബാറ്റ്സ്മാനെ പോലെയാണ് അവൻ കളിച്ചത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതുവരെ നമ്മൾ ഇത്രയും ആഹ്ലാദിച്ചതും ഇത്രയും ഇന്ത്യ എന്ന് പറഞ്ഞ് വിളിക്കാനൊക്കെ കാരണം അവൻ തന്നെ ആയിരുന്നു. മനസ്സിലായില്ല, അവൻ തന്നെയായിരുന്നു. T20-ൽ 2 സെഞ്ചുറി 8 ഹാഫ് സെഞ്ചുറി ഉണ്ട്. ഏതാണ്ട് 200 സ്ട്രൈക്ക് റേറ്റ് ഉള്ള വ്യക്തിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കടന്ന് കുറ്റം പറയുന്നത് എന്നുള്ളതാണ്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇനി ഇന്ത്യ ഈ പറയുന്ന സെമി ഫൈനലിൽ കയറുമോ എന്നുള്ളതാണ്. അതായത് ഫസ്റ്റ് കളി തോറ്റു, ഇനി 2 കളികളേ ഉള്ളൂ. സിംബാബ്വേയായിട്ടും വെസ്റ്റ് ഇൻഡീസുമായിട്ട് 2 കളികളേ ഉള്ളൂ എന്നുള്ളതാണ്. 2 കളികളിൽ ജയിച്ചെന്നിരിക്കട്ടെ, എന്നാലേ 4 പോയിന്റ് കിട്ടുള്ളൂ. ഒരു കളി പോലും തോക്കാൻ പാടില്ല എന്നുള്ളത് മറ്റൊരു സത്യം. 2 കളികൾ ജയിച്ചു കഴിഞ്ഞാൽ 4 പോയിന്റ് കിട്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കേസ്, ഈ റൺ റേറ്റ് ഇത്രയും -3 സംതിങ് ആണ് റൺ റേറ്റ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, തോറ്റതിൽ എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 36 കളികളിൽ വെറും 4 കളികൾ മാത്രമാണ് ഇന്ത്യ തോറ്റിട്ടുള്ളത് T20-യിൽ. മനസ്സിലായോ? അവര് ദൈവങ്ങളൊന്നുമല്ല. ഈ പറയുന്ന സാധാരണ മനുഷ്യർ തന്നെയാണ്. തോൽവിയൊക്കെ സഹജമാണ്, തോൽവിയൊക്കെ ഉണ്ടാകും. തോൽവി എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ തോൽവിയും ജയം എന്നൊക്കെ പറയുന്ന ഒരു നാണയത്തിന്റെ 2 വശങ്ങളൊക്കെയാണ്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇന്നലെ തോറ്റ രീതി ഭയങ്കര പരിതാപകരമായിരുന്നു. തോറ്റത് അതിൽ കുറെ പേരുടെ അപ്രോച്ചൊക്കെ മാറാനുണ്ട് എന്നും പറഞ്ഞ് നമ്മൾ കുറ്റം പറയുകയല്ല വേണ്ടത്. ഈ സമയത്തല്ല കുറ്റം പറയുക, ഈ സമയത്താണ് നമുക്ക് കൂടെ നിൽക്കുന്നത്. നമ്മൾ സഞ്ജു സാംസൺ 1-2 കളി ഡക്കാവുമ്പോൾ നമ്മൾ പുറത്താക്കുമ്പോൾ നമ്മൾ പറയും, ഇത്രയും കളി കളിച്ചില്ല, ഇപ്പൊ എന്തിന് ഒരു കളി 2 കളി പുറത്താക്കിയപ്പോൾ എന്തിനു അവനെ ഇങ്ങനെ മാറ്റിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ആ ഒരു സംഭവം ഇന്ത്യൻ ടീമിന് കൊടുക്കണം. കാരണം വേൾഡ് കപ്പിൽ തുടർച്ചയായ 13ാമത്തെ കളിയിലാണ് നമ്മൾ തോറ്റത് വേൾഡ് കപ്പിൽ. അല്ലാതെ 36 കളിയിൽ വെറും 4 T20കൾ മാത്രമാണ് തോറ്റത്. അത് ഇന്നലെ നിർണായകമായ സൂപ്പർ 8-ൽ ആയിപ്പോയി എന്നൊരു സംഭവമാണ്. പക്ഷെ തോറ്റ രീതിയും നമ്മളെ വളരെ നല്ല രീതിയിൽ സെർട്ട് ചെയ്യുന്നു എന്നുള്ളതും സത്യം തന്നെ. പക്ഷെ എന്നും പറഞ്ഞ് തള്ളിപ്പറയേണ്ട സമയമല്ല ഇത് കൂടെ നിന്ന് ആത്മവിശ്വാസം കൊടുക്കാനുള്ള സമയമാണ്. എന്നെ കുറ്റം പറയുന്നവർ എന്റെ അഹങ്കാരം കൂടി പോയി, നീ കടന്ന് മറ്റേ കുണച്ചല്ലോ, ഇപ്പൊ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ തോക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ സന്തോഷം നോക്കണം. മനസ്സിലായി, ഇന്ത്യ തോക്കുമ്പോൾ ഉണ്ടാകുന്ന ഞാൻ ഇന്നും പറയുന്നത്, എനിക്ക് ഇന്ത്യൻ ടീം എന്നല്ല, ഇന്ത്യയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവം വന്നാലും ഞാൻ ഇന്ത്യനോട് നിൽക്കുന്നുണ്ട്. അതത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന പിന്നീട് അഭിഷേക് ശർമ്മ 2-3 കളി ടക്കായി, അടുത്ത കളി അവൻ ടക്കോ, നിങ്ങൾ നോക്കിക്കോ, അവൻ ടക്കി തന്നെ പോകും എന്ന് പറയുന്നു. അവൻ അടിക്കും. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ പറയുന്നു, അവനെ മാറ്റാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ തീരുമാനം. അവനെ മാറ്റാൻ പാടില്ല, അവനെ ഇറക്കണം. അടുത്ത കളിയിലും അവനെ ഇറക്കണം. പക്ഷെ ടീമിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്, ടീമിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഈ ഒരു പ്ലേയിങ് 11 പട്ടത്തിൽ, ഈ പ്ലേയിങ് 11-ൽ മാറ്റം വരണം. ഈ പറയുന്ന നമ്മളെ ഇറക്കുന്ന രീതി ഉണ്ടല്ലോ, അതിലും മാറ്റം വരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മൂഞ്ചും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 2 കളിയും ജയിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക ബാക്കി എല്ലാവരും തോൽപ്പിക്കണം. ഇത് കൂടി ഈസിയാവും. ബാക്കി എല്ലാവരും തോൽപ്പിക്കുന്നത് സിംബാബ്വേനെയും ഈ പറയുന്ന നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെ സൗത്ത് ആഫ്രിക്ക തോൽപ്പിക്കുന്നു. ഇന്ത്യ 2 കളിയും ജയിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ സുഖമായിട്ട് കയറും. ഇനി ഈ പറയുന്ന സൗത്ത് ആഫ്രിക്ക തോറ്റു എന്ന് വെച്ചു, ആരുടെടുത്തെങ്കിലും ഒരാളുടെ തോറ്റു, ഓക്കെ. ഇന്ത്യ എടുത്ത് പിന്നീട് ഇപ്പം വെസ്റ്റ് ഇൻഡീസിന്റെ സൗത്ത് ആഫ്രിക്ക തോറ്റു, വെസ്റ്റ് ഇൻഡീസ് ഈ പറയുന്ന സിംബാബ്വേനെയും തോൽപ്പിച്ചു, 4 പോയിന്റായി. അവിടെയാണ് റൺ റേറ്റിന്റെ ഒരു വലിയൊരു വിഷയം വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ റൺ റേറ്റ് വളരെ പരിതാപകരമാണ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആദ്യം ഈ 2 കളി ജയിക്കുക എന്നുള്ളതാണ്. ജയിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തു ആയിക്കോട്ടെ, എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ 2 കളി ജയിക്കുകയും വളരെ നല്ല ജയിക്കുമ്പോൾ തന്നെ ഈ റൺ റേറ്റ് ഒക്കെ മാറിക്കോളും. ഒരു 30 റൺസിന്റെ മാർജിൻ ജയിക്കുമ്പോൾ തന്നെ ടവേന റൺ റേറ്റ് അങ്ങ് മാറും. അതിനൊന്നും വലിയായിട്ട് നിങ്ങൾ വറിയാവേന്നും വേണ്ട എന്നുള്ളതാണ്. 2 കളി ആദ്യം ജയിക്കുക. 2 കളി ജയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കയറുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ഇനി
ഇന്ത്യൻ ടീമിൽ വരേണ്ട മാറ്റങ്ങൾ. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, എടാ എന്തോന്നിടേ ഇത്, ഒരു കളി തോറ്റുന്ന പോലെ ഇങ്ങനെ കിടന്ന് പ്രാകാതെ. ഇവരെ തന്നെയാണ് നിങ്ങളൊക്കെ തലയിൽ വെച്ചുകൊണ്ട് നടന്നത്, മനസ്സിലായോ? ഇനി അഭിഷേക് ശർമ്മ 4 കളി കൊണ്ട് 3 ടക്ക്, കഴിഞ്ഞ കളി 15. കഴിഞ്ഞ കളി വളരെ ഒരു ചാള വെട്ടി തന്നെയാണ് വെട്ടിയത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, ഒരുപാട് ബീറ്റനാക്കിയാണ് അവൻ കളിച്ചത്. അഭിഷേക് ശർമ്മ ഇനി ഓപ്പണിംഗ് വേണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അവന്റെ ടാലന്റിലോ ഒന്നും എനിക്ക് ഒരു സംശയവുമില്ല, മനസ്സിലായല്ലോ. പക്ഷെ ഇപ്പൊ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ട് അവനെ ഓപ്പണിംഗ് ഇറക്കണോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുമല്ല തിലക് വർമ്മ എല്ലാ കളിയിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിട്ടേ ഉള്ളൂ. ഈ പറയുന്ന വേൾഡ് കപ്പിൽ എല്ലാ കളിയിലും നല്ല രീതിയിൽ റൺസ്, അതായത് പവർ പ്ലേയിൽ നല്ല രീതിയിൽ റൺസ് അടിച്ച് വെച്ചിട്ടും അവിടെ കൊണ്ടുവന്ന് റണ്ണ് കളയുന്നത് തിലക് വർമ്മയാണ്. ഇന്നലെ എന്ത് ചെയ്തു, ഈ പറയുന്ന അടിച്ചു കളിക്കാൻ വേണ്ടി ശ്രമിച്ചു, അപ്പൊ തന്നെ ഔട്ടാവുകയും ചെയ്തു. തിലക് വർമ്മ തേവയാ? ഒരു ക്വസ്റ്റ്യൻ ആണ്. പണ്ട് അച്ഛൻ ആനപ്പുറത്ത് കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ അച്ഛൻ്റെ മകന്റെ പിന്നെ പേരട്ടത്തും തഴമ്പ് വരണമെന്നില്ല, പണ്ടൊക്കെ കളിച്ചിട്ടുണ്ടാവും, അവിടെ ഇരിക്കട്ടെ. ഇപ്പൊ കറണ്ട് ഫോമിൽ തിലക് വർമ്മ ഇത്രയും ബോൾ ഫേസ് ചെയ്തിട്ട് എല്ലാത്തിലും 10, 25, 30 റൺസ് എടുത്തിട്ടുണ്ട്. ഒണ്ടല്ല, ഇത് ടെസ്റ്റ് അല്ല കളിക്കുന്നത്, ഇത് T20 ആണെന്ന് ഓർക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് സൂര്യകുമാർ യാദവ്. എന്നാൽ നിനക്കിപ്പോ ഈ പറയുന്ന ഒണ്ടയിൽ കൂടി നിൽക്കില്ല, നീ ഒണ്ട സ്റ്റൈൽ ഇവിടെ കളിക്കണ്ട. സൂര്യകുമാർ യാദവ് 360 എന്ന് തന്നെ പറയുന്നത് നിന്റെ ആ പറയുന്ന വിപ്ലവകരമായിട്ടുള്ള അടിയാണ്, അല്ലേ? സ്ഫോടനാത്മകമായിട്ടുള്ള അടിയാണ്. ആ അടി കൊണ്ടുവരിക, ഇല്ലെങ്കിൽ തന്നെ എല്ലാവരും വലിച്ചു കീറുമെന്നുള്ളതാണ്. ഇത് T20 ആണെന്ന് മനസ്സിലാക്കുക. ഇന്ത്യ തുടക്കം കിട്ടുന്ന ആ ഒരു സംഭവം, ആ ഒരു കുതിപ്പുണ്ടല്ലോ, അത് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. പിന്നെ അവസാനം വരുന്ന ഈ പറയുന്ന ശിവം ദുബൈ പോലുള്ളവർ അടിച്ചു വെക്കുന്നതാണ്, അല്ലാതെ നടക്കുന്നില്ല. അപ്പോ ഇവിടെ ഞാൻ പറയുന്നത് തിലക് വർമ്മയെ മാറ്റിക്കൊണ്ട് സഞ്ജു സാംസണെ, അതായത് ഇന്ത്യൻ ടീമിനകത്ത് ഒരുപാട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉണ്ട്, അത് നിങ്ങൾ സമ്മതിക്കുക എന്നുള്ളതാണ്. സഞ്ജു സാംസണെ കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒന്നുകിൽ ഈ പറയുന്ന തിലക് വർമ്മയ്ക്കെതിരെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ റിങ്കു സിംഗിനെ മാറ്റിക്കൊണ്ട്. റിങ്കു സിംഗ് ആയാലും ഈ പറയുന്ന സഞ്ജു സാംസൺ ആയാലും എന്ത് ചെയ്യും, അടിക്കും. അവസാനമായാലും എപ്പോഴായാലും അടിക്കും, അല്ലേ? പിന്നെ ഈ പറയുന്ന സഞ്ജു സാംസൺ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, അവന് വേണമെങ്കിൽ ഓപ്പണിംഗ് ഇറക്കാം എന്നുള്ള പ്ലസ് പോയിന്റ് ഉണ്ട്. അതിനോടൊപ്പം അവന്റെ റൈറ്റ് ഹാൻഡിൽ കൂടിയാണ്. അപ്പൊ എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നതിന് എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ ഒരു ചേഞ്ച് നല്ലതായിരിക്കും. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സഞ്ജു സാംസണെയും നമ്മുടെ ഇഷാൻ കിഷനെയും ഓപ്പണിംഗ് ഇറക്കുക എന്നുള്ളതാണ്. സഞ്ജു സാംസണെയും ഇഷാൻ കിഷനെയും ഓപ്പണിംഗ് ഇറക്കുക. ഫസ്റ്റ് വൺ ഈ പറയുന്ന നമ്മുടെ അഭിഷേക് ശർമ്മയെ കൊണ്ടുവരിക എന്നുള്ളത്. ആ സമയമാകുമ്പോൾ സ്പിന്നേഴ്സൊക്കെ മാറി ഇതൊക്കെ അവന് ഇത്തിരി കളിക്കാനുള്ള സൗകര്യം കിട്ടും, അവന് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുമെന്നുള്ളതാണ്, അല്ലേ? ആ ഒരു ചേഞ്ച് നിങ്ങൾ ചെയ്യണം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പണി കിട്ടും. കാരണം അവൻ ഫസ്റ്റ് ഓപ്പണിംഗ് അടിച്ച് പിന്നെ തകർക്കണം എന്നുള്ള രീതിയിൽ അവനിപ്പോൾ ആ ഒരു ടച്ച് കിട്ടുന്നില്ല. കോൺഫിഡൻസ് പോയി, പിന്നെ എല്ലാം പോയി എന്നുള്ളതാണ്. ആരൊക്കെ കണ്ടുവിട്ട് ത്യാഗി മുട്ടയിലൊക്കെ കൂടോത്രം ചെയ്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പൊ അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവരണം. തിലക് വർമ്മയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാര്യം റിങ്കു സിംഗിനെ മാറ്റും. ഒരു കാരണവശാലും വാഷിംഗ്ടൺ സുന്ദറിനെ എടുക്കില്ല, അണ്ണാ മലിച്ചു. വാഷിംഗ്ടൺ സുന്ദർ നിങ്ങൾ ഒരു കാരണവശാലും എടുക്കരുത്. അവിടെ ഇവരെ തന്നെ കൊണ്ട് അക്സർ പട്ടേലിനെ നിങ്ങൾ വൈസ് ക്യാപ്റ്റനായിട്ട് എന്തൊരു ഊഞ്ഞാലേക്ക് കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും ഒരിക്കലും മാറ്റി നിർത്തില്ല എന്നാണ് നമുക്കറിയാവുന്നത്. ഇതിപ്പോ വൈസ് ക്യാപ്റ്റനെ തന്നെ മാറ്റി നിർത്തുകയാണ്. നാളെ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇവനെ കൂടി അങ്ങ് മാറ്റി, ക്യാപ്റ്റനെ കൂടി അങ്ങ് മാറ്റും, ആ കോച്ചിനെ കൂടി അങ്ങ് മാറ്റും. അപ്പോ ഈ ഒരു ചേഞ്ച് കൊണ്ടുവരണം. അഭിഷേക് ശർമ്മയ്ക്ക് ചെറിയൊരു, അഭിഷേക് ശർമ്മ ഒരിക്കലും ടീമിൽ നിന്ന് എടുത്ത് കളയണം ഞാൻ ഒരിക്കലും പറയില്ല. അത് തെറ്റാണ്, അത് കളയാൻ പാടില്ല. ഓപ്പണിംഗ് നിന്ന് മാറ്റണം എന്നുള്ളതാണ്, മനസ്സിലായി? അതായത് ഇവിടെ സംഭവിക്കുന്നത് അഭിഷേക് ശർമ്മ, ഈ പറയുന്ന ആരാണ് നമ്മുടെ ഇഷാൻ കിഷൻ, ഈ രണ്ടുപേരും ഓപ്പണിംഗ്, ഒരാൾ ടക്ക് ആവുന്നുണ്ട്. 5 കളി കൊണ്ട് ഒരാൾ ടക്ക് ആവുന്നുണ്ട്. 4 കളിയുണ്ട്, അല്ലേ? ഒരാൾ ഉറപ്പായിട്ടും ടക്ക് ആകുന്നുണ്ട് എന്നോ 4-5 കളിയല്ലേ ടക്ക് ആവുന്നുണ്ട്. അപ്പോ അതിനുശേഷം വരുന്ന തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് ആക്സിലറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ കൊട്ടി ഇന്ത്യ ഒരു പരുവത്തിലാണ് കൊണ്ടെത്തിച്ചത്. ഇന്നലെ ഒരു 150 റൺസെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഇത്രയും ഹ്യൂജായിട്ടുള്ള ഒരു തോൽവി ഭാരതത്തിന് 76 റൺസിൽ നിന്നുള്ള ചില്ലറ തോൽവിയല്ലടാ. ഈ ടൂർണമെന്റിൽ 300 അടിക്കുന്ന ടീം ഇന്ത്യ ആയിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരു 100 പോലും അടിക്കാൻ പാടുപെടുന്നത് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ ഫസ്റ്റ് വിക്കറ്റ് എന്തായാലും നഷ്ടപ്പെടും, നിങ്ങളത് എഴുതി വെച്ചോ. ഒന്നീ ഈ പറയുന്ന അഭിഷേക് ശർമ്മ അല്ലെങ്കിൽ പറയുന്ന ഇഷാൻ കിഷൻ നഷ്ടപ്പെടും. അതിനുശേഷം ഫസ്റ്റ് ഡൗൺ വരില്ല, ഇതൊരു പവർ പ്ലേ 1 വിക്കറ്റ് നഷ്ടം ഉറപ്പാണ്. അതിനുശേഷം വരുന്നവര് ആക്സിലേറ്റ് ചെയ്യുക. കാരണം ഇനിയിപ്പോ നമുക്ക് നല്ല മാർജിനിൽ ജയിക്കണം. അപ്പൊ അവിടെ വന്ന് വീണ്ടും
ഈ പറയുന്ന തിലക് വർമ്മയെ കൊണ്ടുവന്ന് വീണ്ടും ഒരു ടെസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് നിർത്തരുതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ ഔട്ടായി പോട്ടെ. ഈ ബോൾ കളഞ്ഞിട്ട് അവസാനം ഔട്ടായി പോകുന്നത് സഞ്ജു സാംസൺ 10 ബോൾ കളിക്കട്ടെ, അവൻ അതിലുള്ള റണ്ണെടുത്ത് വെച്ചിട്ടേ പോകത്തുള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ കളി 8 ബോളിലാണ് 22 റൺസ് അടിച്ചത് ആണല്ലോ. അപ്പൊ അവിടെ ഒരു നമുക്ക് വലിയൊരു കൺസേൺ ആണ്. അവിടെ നമ്മളത് ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ മൂഞ്ചും. 8 നിലയിൽ മൂഞ്ചും, ആണ് ഒരു മാറ്റവുമില്ല. അപ്പൊ എന്റെ മനസ്സിൽ ഇതാണ്, ഒന്നിൽ ഈ പറയുന്ന തിലക് വർമ്മ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം തിലക് വർമ്മ ഫീൽഡിങ് വളരെ മോശമാണ്. തിലക് വർമ്മ ചുമ്മാ പൊത്ത പിടിക്കുന്നുണ്ട്, ചുമ്മാ വന്ന് വീണ് എഴിച്ച് എത്രയൊക്കെ ചെയ്യുന്നുണ്ട്. നേരെ ഒന്ന കിട്ടും. എത്ര ക്യാച്ചെന്ന് പറയാം തിലക് വർമ്മ കളയുന്നത്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രൗണ്ട് പലതും അവൻ കളയുന്നുണ്ട്. അവന് നല്ല ടെൻഷൻ ഉള്ളത് പോലെ എനിക്ക് തോന്നുന്നത്. മനസ്സിലായോ? അവനിപ്പം ഈ പറയുന്ന ഇന്നലെ അവന്റെ സമയമായിരുന്നു, പക്ഷെ ഇന്നലെ കയറി അങ്ങ് അടിച്ചു. അല്ലെങ്കിൽ കൊട്ടി സിംഗിൾ എടുത്ത് ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇന്നലെ വന്ന് ഫസ്റ്റ് ബോൾ തന്നെ അടിക്കാൻ ശ്രമിച്ചു. കുഞ്ചി അടിച്ചു കഴിഞ്ഞാൽ ഇല്ല, അവന് കുറെ ബോളുകൾ കൊട്ടി കഴിഞ്ഞ ഏഷ്യ കപ്പ് ഫൈനലിൽ കളിച്ചോലെ കുറെ ബോളുകൾ കിട്ടി അവസാനം വന്നാൽ അവൻ അടിക്കും. അതുവല്ല ടൈം അവന് കൊടുക്കണം. T20ക്ക് ആ ടൈമൊന്നുമില്ല, ആ ടൈമില്ല. എനിക്ക് പറയാനുള്ളത്, മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന സഞ്ജു സാംസനെ കൊണ്ടുവരിക എന്നുള്ളത് മസ്റ്റാണ്. അത് ഓപ്പണിംഗ് എന്ന് ഞാൻ പറയുക, ഓപ്പണിംഗ് തന്നെ ഇറക്കണം. അതായത് ഈ പറയുന്ന അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ടുപോകണം, ഓപ്പണിംഗ് ഇറക്കണം. അഭിഷേക് ശർമ്മയെ 1 ഡൗൺ ആക്കി കൊണ്ടുവന്നാൽ അവന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടും. മനസ്സിലായോ? അവന്റെ ഒരു കോൺഫിഡൻസ്, ഈ ഒരു മാറ്റം നിങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. റിങ്കു സിംഗിനെ മാറ്റുന്ന പകരം തിലക് വർമ്മയെ മാറ്റുന്നതായിരിക്കും ബെറ്റർ. മനസ്സിലായോ? അതുപോലെ തന്നെ ഈ വാഷിംഗ്ടൺ സുന്ദറിനെ ഇനി മേലാലി ടീം എടുത്ത പോലെ അവനെ കൊണ്ട് ഒരു തേങ്ങയ്ക്കും പറ്റത്തില്ല. അവിടെ അക്ഷർ പട്ടേലിനെ തന്നെ കൊണ്ടുവരണം. സൂപ്പറായിട്ട് കളി ജയിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമ്പോൾ കൊടുക്കണം. ശരി.